വാട്സാപ്പ് നമ്മൾ വന്നേക്കുന്നത് ഞാൻ ഇപ്പൊ ഫ്രീ ഫയർ Oh man, I should have finished those deep fried chicken wings from last night. ക്യാരക്ടർ സൗണ്ട് I'm starving. 1 minute ഗൈസ്. എലിമിനേഷൻ സ്ട്രൈക്ക് സൗണ്ട് എഫക്റ്റ് ഇച്ചിരി കുറച്ചിടാം. മാറിയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ വന്നേക്കുന്നത് ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ ഫ്രീ ഫയർ ഒക്കെ കളിക്കും. അപ്പം ഞാൻ പുതിയൊരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗിൽഡ്. ഞാൻ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയേ ഉള്ളൂ. ഇതാണ് OG ഹണ്ടേഴ്സ് എന്നാണ് പേര്. അപ്പം ഗിൽഡ് ജോയിൻ ചെയ്യാനുള്ളവർ പറയുക. അടിച്ചു നോക്കി കാണാൻ പറ്റും. OG ഹണ്ടേഴ്സ് എന്ന് അടിച്ചു നോക്കി കാണാൻ പറ്റും. എൻ്റെ പേര് OG F King എന്നാണ്. കണ്ടില്ലേ? അപ്പം നമുക്കതൊരു മാച്ച് കളിക്കാം. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നൊന്നും അറിയത്തില്ല. മൈക്ക് കുത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് കൈ ഞാൻ പിടിച്ചേക്കുവാണ്. ഷർട്ടിൽ കുത്താൻ പറ്റത്തില്ല. ഓക്കെ, ടാസ്ക്കാണ് ഈ മൈക്കിനെ പിടിച്ചുകൊണ്ട് ഗെയിം കളിക്കാൻ. എന്നാലും നമുക്കൊരു ലോൺ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. 1 minute. ഞാൻ ഈ സ്ക്രീൻ തിരിച്ചു വെക്കേണ്ടി വരും, കാരണം മൈക്ക് കുത്തിയേക്കുന്നതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്ക് ഗെയിം എന്താ സ്റ്റാർട്ടായിട്ടുണ്ട്. ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഗൈസ്, ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നു. ഓ, അതാണ് കേൾക്കാനത്. എനിക്ക് ഹെഡ് ഷോട്ട് ഒന്നും അടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ബോഡി ഷോട്ടൊക്കെ അത്യാവശ്യം അടിക്കും. ഓ ഗൈസ്, അരെ ബോയ്, ഭയങ്കര ശബ്ദമായിപ്പോയി. നമുക്ക് സൗണ്ട് എഫക്റ്റ് ഇച്ചിരി കുറച്ചിടാം. മതി. കേൾക്കാൻ പറ്റുന്നത് അറിയത്തില്ല, കാരണം മൈക്ക് ഇച്ചിരി പ്രശ്നമാണ്. ഇച്ചിരി സീനാണ് മൈക്കിൻ്റെ കാര്യമൊക്കെ. ഓ, ബോഡി ഷോട്ട് അടിച്ചു പോകുന്നത് എന്തായാലും. ഹെഡൊന്നും അടിക്കാൻ അറിയത്തില്ല. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഹെഡ് അടിക്കാൻ അറിയാം. അതേപോലെ എൻ്റെ ഗിൽഡ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യണം, കാരണം ഇപ്പം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് നിർത്തേണ്ടി വരും മിക്കവാറും. അപ്പം എല്ലാവരും ഗിൽഡ് ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ റൗണ്ട് കാണിക്കുക. ഞാൻ തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാത്രം. ഓ ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. വേറൊന്നുമല്ല. കുറച്ച് ഓക്കെ, ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിനനുസരിച്ചുള്ള ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫോണിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റി നിങ്ങളിങ്ങനെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. ഒരു കാര്യം കാണിച്ചു തരാം. ആപ്പ് ഒന്നും കേട്ടോ, നമ്മൾ ഫ്രീ ഫയറിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞാൽ. നമ്മൾ ഇതേപോലെ ലോബി നിൽക്കുമായിരിക്കും. നമ്മൾ സെറ്റിങ്സ് എടുക്കുക, ഒരു ഇൻമാച്ച് എന്ന് പറഞ്ഞ സംഭവം. അവിടെ പോയിട്ട് കൺട്രോൾസ്, ഇൻഫോർമേഷൻ, സെൻസിറ്റിവിറ്റിക്കകത്ത് ഇതും പിന്നെ ഒരു പടവും പിന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ ഡിഫിൽട്ടർ എന്നുള്ള സാധനവും പിന്നെ താഴോട്ടാക്കാനുള്ള ഒരു ചിഹ്നവും. താഴോട്ടാക്കാനുള്ള ചിഹ്നം കണ്ടിട്ടുണ്ട്. ഡിഫിൽറ്റ് ചെയ്ത് മാറ്റി ഹൈലോട്ടാക്കാൻ പറയുന്നുണ്ട്. ഹൈലോട്ടാക്കാൻ നിങ്ങൾ ഫോണിന് കിട്ടിയൊരു ഇത് കാണാൻ പറ്റും. നമ്മൾ ട്രെയിനിങ്ങിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇരിപ്പേ ഉള്ളത് ഈ എണ്ണാണ്. കാണിച്ചു തരാം. കണ്ടില്ലേ? അത്യാവശ്യം നല്ലോണമൊക്കെ ഹെഡ് കയറും. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രോ പ്ലെയർ ആവണമെന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ ഹെഡ് അടിക്കാൻ അറിയാത്തവർക്ക് നിങ്ങൾ ഫോണിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റി കിട്ടും, അത്രേ ഉള്ളൂ. അല്ല ഹെഡ് അടിക്കാനൊന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഉപയോഗിച്ച് ആരും കമൻറ്റ് ബോക്സിൽ തെറി വിളിക്കണ്ട, പറ്റുന്നില്ല അതായതാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് നിങ്ങളുടെ ഫോണിനനുസരിച്ച് കിട്ടുന്ന ഒരു സെൻസിറ്റിവിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലായിട്ട് കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതേപോലെ വേറൊരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫയർ ബട്ടൺ ഇല്ലേ, ഫയർ ബട്ടൺ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ
ഇടയ്ക്കിടയ്ക്ക് മാത്രം ഹെഡ് കയറും, കണ്ടില്ലേ? ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഹെഡ് കയറുന്ന സംഭവമാണ് ഞാൻ മണ്ടയ്ക്കോട് ഡ്രാഗ് ചെയ്യുന്നത്. പക്ഷെ മണ്ടയ്ക്കോട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് എനിമിനെ അടുത്ത് വെച്ച് റെഡ് കത്തുമ്പം എൻ്റെ ഫയർ ബട്ടണിലോട്ട് ശ്രദ്ധിച്ചോണം. ഒരു മിനിറ്റ് ഓക്കെ, നമ്മൾ ഫയർ ബട്ടണിലോട്ട് നോക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് അടിക്കാൻ മാക്സിമം ചാൻസ് കൂടുതലാണ്. കാണിച്ചു തരാം, കണ്ടില്ലേ? അതുകൊണ്ട് അതായത് അടുത്ത് വെച്ചാൽ പോരാ, ഇങ്ങനെ താഴെ വെക്കണം. താഴെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പം മറ്റേനേക്കാളും രീതിയിൽ ഹെഡ്സ് കയറുന്നതായിരിക്കും. ഇപ്പം എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. പ്രോ പ്ലേയേഴ്സ് രജിസ്റ്ററിൻ്റെ കളിക്കാൻ പറ്റുന്നൊന്നുമല്ല, കാരണം അവരൊക്കെ PC പ്ലേയേഴ്സാണ്. നമ്മൾ മൊബൈൽ പ്ലേയേഴ്സ് തല 187 അടിക്കാം. കാണിച്ചു തരാം. എൻ്റെ മിക്കവാറും ഹെഡ് കയറുമ്പോൾ റെഡ് ആയിരിക്കും, അതുകൊണ്ട് ബോഡി ഷോട്ട് അടിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ? ഇതേപോലെ കളിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബേഴ്സും എന്നെ വേറെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നിങ്ങളെ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് കാരണം എനിക്കിപ്പോൾ ഒരു മൈക്ക് വാങ്ങിക്കാൻ പറ്റി. അപ്പം നിങ്ങളും അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം സാലി ഔട്ട്.